എല്ലാവർക്കും നമസ്കാരം. ഹിന്ദി മിത്രം എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കുട്ടികളെ, 10ാം ക്ലാസ്സിലെ ഹിന്ദി പാഠപുസ്തകത്തിലെ രണ്ടാമത്തെ യൂണിറ്റിലുള്ള സബ്സെ ബഡാ ഷോമാൻ എന്ന പാഠത്തിന്റെ പ്രാരംഭ ഭാഗമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പരിചയപ്പെട്ടത്. വിശ്വവിഖ്യാതനായ കലാകാരൻ ചാർലി ചാപ്ലിന്റെ ജീവചരിത്രത്തിന്റെ ഒരു ഭാഗമാണ് ഗീത് ചതുർവേദി എന്ന എഴുത്തുകാരൻ സബ്സെ ബഡാ ഷോമാൻ എന്ന ഈ പാഠത്തിലൂടെ അവതരിപ്പിക്കുന്നത്. ചാർലി ചാപ്ലിൻ തന്റെ 5ാമത്തെ വയസ്സിൽ ആദ്യമായി വേദിയിലെത്താനിടയായ സാഹചര്യമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പരിചയപ്പെട്ടത്. വേദിയിലെത്തിയ ചാർലിയുടെ പെർഫോമൻസ് എപ്രകാരമായിരുന്നു എന്നും കാണികൾ എപ്രകാരമാണ് ആ കൊച്ചു കലാകാരനെ സ്വീകരിച്ചത് എന്നുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം പരിചയപ്പെടുന്നത്. കുട്ടികളെ, കഴിഞ്ഞ ക്ലാസ് കാണാൻ സാധിക്കാത്തവർ അത് കണ്ടതിന് ശേഷം ഇന്നത്തെ ക്ലാസ് ശ്രദ്ധിക്കേണ്ടതാണ്. കഴിഞ്ഞ ക്ലാസ്സിന്റെ യൂട്യൂബ് വീഡിയോ ലിങ്ക് ചുവടെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അത് ശ്രദ്ധിക്കുക. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. प्यारे बच्चों, पिछले क्लास में हमने चर्चा की है कि गाते गाते चार्ली की मां की आवाज फटकर फुसफुसाहट में तब्दील हो गई. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്തതാണ്, വേദിയിൽ ഗാനം ആലപിച്ചുകൊണ്ടിരിക്കെ ചാർലിയുടെ അമ്മയുടെ ശബ്ദമിടറിയിട്ട് അത് വളരെ നേർത്ത ശബ്ദമായി മാറി. तो लोगों की प्रतिक्रिया कैसी थी? അപ്പൊ ആ ഒരു സാഹചര്യത്തില് ലോകം കി പ്രതിക്രിയ കേസി ഥി, ആളുകളുടെ പ്രതികരണം എപ്രകാരമായിരുന്നു, എങ്ങനെയാണ് ആളുകൾ പ്രതികരിച്ചത്? അപ്പൊ വേദിയിൽ ഗാനം ആലപിച്ചുകൊണ്ടിരിക്കെ ചാർലിയുടെ അമ്മയുടെ ശബ്ദമിടറിയിട്ട് അത് വളരെ നേർത്ത ഒരു ശബ്ദമായി മാറിയപ്പോ ആ ഓഡിറ്റോറിയത്തിൽ എത്തിയിരുന്ന ആളുകൾ എപ്രകാരമാണ് പ്രതികരിച്ചത്? ലോഗ് ചില്ലാനെ ലഗെ, ആളുകൾ ഉറക്കെ ബഹളമുണ്ടാക്കുവാൻ തുടങ്ങി. कहीं से कुछ लोग म्याऊ म्याऊ की आवाज निकालने लगे. ആ ഓഡിറ്റോറിയത്തിന്റെ ചില ഭാഗത്തു നിന്നും ആളുകൾ മ്യാവു മ്യാവു എന്ന ശബ്ദമുണ്ടാക്കുവാനും തുടങ്ങി. ठीक है ना? ശരിയല്ലേ? तो उस समय चार्ली कहाँ था? ആ സമയത്ത് നമ്മുടെ കൊച്ചു ചാർലി എവിടെയായിരുന്നു? चार्ली पर्दे के पीछे खड़ा ये सब देख रहा था. वो കൊച്ചു ചാപ്ലിൻ ആ സമയത്ത് വേദിയിൽ കർട്ടന് പുറകിലായി നിന്ന് ഇതൊക്കെയും കാണുന്നുണ്ടായിരുന്നു. ഉസ് സമയ മാനേജറിനെ ക്യാ കിയ, ആ സമയത്ത് ആ പ്രോഗ്രാമിന്റെ അല്ലെങ്കിൽ ആ മ്യൂസിക് പ്രോഗ്രാമിന്റെ മാനേജർ എന്താണ് ചെയ്തത്? മാനേജർ ചാർലിക്കോ സ്റ്റേജ് पर भेजने की जिद करने लगा. മാനേജർ കൊച്ചു ചാപ്ലിനെ സ്റ്റേജ് पर भेजने की जिद करने लगा, വേദിയിലേക്ക് അയക്കുന്നതിന് നിർബന്ധിക്കുവാൻ തുടങ്ങി. तो यहाँ चार्ली की मां डर जाने का कारण क्या है? वो കൊച്ചു ചാപ്ലിനെ വേദിയിലേക്ക് അയക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോ മാനേജർ അപ്രകാരം നിർബന്ധിച്ചപ്പോ ചാർലിയുടെ അമ്മയ്ക്ക് വല്ലാത്ത ഭയം തോന്നി. എന്താണ് അവർ ഭയക്കുവാൻ കാരണം? इसका कारण तो ये है कि 5 साल का बच्चा चार्ली इस उग्र फीड को कैसे झेल पाएगा. അപ്പൊ അമ്മ പേടിക്കാനുള്ള കാരണം കേവലം 5 വയസ്സ് മാത്രമുള്ള ചാർലി इस उग्र फीड को कैसे झेल पाएगा, ഈ വലിയൊരു ആൾക്കൂട്ടത്തെ എപ്രകാരമാണ് ഫേസ് ചെയ്യുക, എങ്ങനെയാണ് അവരുടെ മുന്നിൽ അവൻ പെർഫോം ചെയ്യുക എന്നത് ആലോചിച്ചാണ് അമ്മ പേടിച്ചത്. ठीक है बच्चों, जीवनी के आगे के भाग की ओर जरा ध्यान दीजिए. അപ്പോ സബ്സെ ബഡാ ഷോമാൻ എന്ന ഈ ജീവചരിത്രത്തിന്റെ തുടർന്നുള്ള ഭാഗം ശ്രദ്ധിക്കുക. बहुत मुबाहिसा के बाद वो अंधधा चार्ली को स्टेज पर ले गया. बहुत मुबाहिसा के बाद, വളരെയധികം മുബാഹിസ കെ ബാദ്, മുബാഹിസ മേനെ തർക്ക് വിതർക്ക് അല്ലെങ്കിൽ ബഹസ് എന്നർത്ഥം. വളരെയധികം തർക്കിച്ചതിന് ശേഷം, അപ്പൊ അമ്മയും മാനേജറുമായിട്ട് ഒത്തിരി സമയം തർക്കിച്ചതിന് ശേഷം വോ അന്ധത, അന്ധത മേനെ അന്ധുമേ, അവസാനം മാനേജർ ചാർലി കോ സ്റ്റേജ് पर ले गया. ചാർലി ചാപ്ലിനെ അല്ലെങ്കിൽ 5 വയസ്സുള്ള ആ കൊച്ചു ചാർലിയെ
സ്റ്റേജ് पर ले गया, വേദിയിലേക്ക് കൊണ്ടുപോയി. കാരണം മാനേജറുടെ മുന്നിൽ മറ്റൊരു വഴി ഉണ്ടായിരുന്നില്ല. മ്യൂസിക് പ്രോഗ്രാം ആകെ തകർന്ന് ആളുകളൊക്കെ ബഹളം വയ്ക്കുന്ന ഒരു അവസ്ഥയാണ്. മറ്റൊരു പ്രതിവിധിയും ഇല്ലാത്തത് കൊണ്ട് തന്നെ കേവലം 5 വയസ്സ് മാത്രമുള്ള കൊച്ചു ചാർലിയും കൊണ്ട് മാനേജർ വേദിയിലേക്ക് പോകുന്നു. और बचाव के कुछ शब्द कह, बचाव मैंने രക്ഷപ്പെടൽ അല്ലെങ്കിൽ ഒരു സേഫ്റ്റിക്കായിട്ടുള്ള കുച്ച് ശബ്ദ കഹ്, ഏതാനും വാക്കുകൾ അവന് പറഞ്ഞു കൊടുത്തിട്ട്, അല്ലെങ്കിൽ ഒരു വേദിയിൽ പെർഫോം ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതിന്റെ ചില പ്രാഥമിക പാഠങ്ങൾ അവന് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിട്ട് ഉസേ അഖേല ചോഡ്, ആ കൊച്ചുകുട്ടിയെ അല്ലെങ്കിൽ കൊച്ചു ചാർലിയെ ആ വേദിയിൽ അഖേല ചോഡ് ആയ ആ വലിയൊരു ആൾക്കൂട്ടത്തിന് നടുവിൽ ഒറ്റയ്ക്ക് വിട്ടിട്ട് അദ്ദേഹം ബാക്ക് സ്റ്റേജിലേക്ക് പോവുകയും ചെയ്യുന്നു. ധുയേം കെ ഉഡ്തേ ഹുയേ ഛല്ലോം കെ ബീച്ച്, ധുയേമേനെ പുക, ധുവാം എന്ന വാക്കിന്റെ ബഹുവചനമാണ് ധുയേം. ധുയേം കെ ഉഡ്തേ ഹുയേ ഛല്ലോം കെ ബീച്ച്, ഛല്ലാമേനെ എ റിംഗ് ഷേപ്ഡ് ഒബ്ജക്റ്റ്, അതായത് ഗോളാകൃതിയിലുള്ള ഒരു വസ്തുവിനെയാണ് ഛല്ല എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് ഗോളാകൃതിയിൽ ഉയരുന്നത്? ധുയേം കെ ഉഡ്തേ ഹുയേ ഛല്ലോം കെ ബീച്ച്, ഗോളാകൃതിയിൽ ഉയരുന്ന ആ പുകയുടെ ഇടയിലൂടെ, അതായത് മുകളിലേക്ക് ഉയരുന്ന ആ പുകച്ചുരുളുകൾക്കിടയിലൂടെ. അപ്പൊ നമുക്കറിയാം, പല പ്രോഗ്രാമുകളും നാം കണ്ടിട്ടുള്ളതാണ്. പ്രോഗ്രാമുകളുടെ മനോഹാരിത വർദ്ധിപ്പിക്കുന്നതിനായിട്ട് സാധാരണ വേദിയിൽ ഇങ്ങനെ പുകച്ചുരുളുകൾ ഉപയോഗിക്കുന്നത് നാം കണ്ടിട്ടുണ്ട്. അപ്പൊ ഇവിടെയും വേദിയിൽ ഇങ്ങനെ പുകച്ചുരുളുകൾ ഉയരുകയാണ്. ആ പുകച്ചുരുളുകൾക്കിടയിൽ നിന്നുകൊണ്ട് ചാർലിനെ മഷൂർ ഗീത് ജാക്ക് ജോൺസ് ഗാന ശുരു കിയ. നമ്മുടെ കൊച്ചു ചാർലി മഷൂർ ഗീത്, മഷൂർ മേനെ പ്രസിദ്ധമായ, അക്കാലത്ത് ഏറെ പ്രസിദ്ധമായ ജാക്ക് ജോൺസ് എന്ന പാട്ട് ഗാന ശുരു കിയ, പാടുവാൻ ആരംഭിച്ചു. കുച്ച് നേരത്തെ, അപ്പൊ അവൻ ആ പാട്ടു പാടി കുറെ സമയം വരെ ഓർക്കസ്ട്ര വാലെ, ആ പാട്ടിന് പിന്നണിയിൽ വാദ്യോപകരണങ്ങൾ വായിച്ചു കൊണ്ടിരുന്ന ആ അംഗങ്ങൾക്ക് അല്ലെങ്കിൽ ആ ആളുകൾക്ക് ഉസ്കി ആവാസ് മേ, നമ്മുടെ ആ കൊച്ചു ചാർലിയുടെ അല്ലെങ്കിൽ കേവലം 5 വയസ്സ് മാത്രമുള്ള ഒരു കുട്ടിയുടെ ശബ്ദത്തിൽ ഉസ് ഗാനെ കി ധുൻ തലാസ്തെ രഹേ, ആ വിഖ്യാതമായ ജാക്ക് ജോൺസ് എന്ന ആ പാട്ടിന്റെ ധുൻ തലാസ്തെ രഹേ, ധുൻ മേനെ സ്വർ കെ ആരോഹ് ഓർ അവരോഹ് കാ വിശേഷ് ഢംഗ്, അപ്പൊ സ്വരത്തിന്റെ ആരോഹണ അവരോഹണത്തിന്റെ ഒരു സവിശേഷമായ രീതിയാണ് ധുൻ എന്ന് പറയുന്നത്. അപ്പൊ ഏതാണ്ട് ഒരു സ്റ്റൈൽ ഓഫ് സിംഗിങ് ആണ് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ വളരെ കൊച്ചുകുട്ടിയുടെ ശബ്ദത്തിൽ വിഖ്യാതമായ ജാക്ക് ജോൺസ് എന്ന പാട്ടിന്റെ ഒരു ആലാപന ശൈലിക്കനുസരിച്ച് അവരുടെ ഓർക്കസ്ട്രയ്ക്കും താളം കണ്ടെത്തുന്നതിന് തലാസ്തേരഹെ, തലാശിന് അന്വേഷിക്കുക. അപ്പൊ കേവലം 5 വയസ്സ് മാത്രമുള്ള ഒരു കുട്ടിയുടെ ശബ്ദത്തിൽ ഉസ് ഗാനെ കി ധുൻ തലാസ്തേരഹെ, ആ പാട്ടിന്റെ ഒരു ലയം അവർ അന്വേഷിച്ചു കൊണ്ടിരുന്നു. ഓർ വോ ജൈസേ ഹി മിലി, അവസാനം അവർക്ക് ആ താളം കിട്ടിയപ്പോ, അല്ലെങ്കിൽ ശരിക്കും അവന്റെ വോയിസിനനുസരിച്ച് ആ പാട്ടിന് താളം കൊടുക്കാൻ അവർക്ക് സാധിച്ചപ്പോ ഗാന സജിനെ ലഗ, പാട്ട് വളരെയധികം സജിനെ ലഗ, സജിനമേനെ ശോഭിക്കുക, പാട്ട് ശോഭിക്കുവാൻ തുടങ്ങി. അതായത് പാട്ട് ഏറെ ആസ്വാദ്യകരമാകുവാൻ തുടങ്ങി. ഗാന അഭി ആധാ ഹി ഹുവാ था कि स्टेज पर पैसों की बौछार शुरू हो गई. गाना अभी आधा ही हुआ था, പാട്ട് ഇപ്പോൾ ആധാ ഹി ഹുവാ था, ആധാ മേനെ പകുതി, പാട്ട് ഇപ്പോൾ പകുതിയായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് നമ്മുടെ കൊച്ചു ചാർലി ഗാനം ആലപിച്ചു തുടങ്ങിയിട്ട് ആ പാട്ട് ഏതാണ്ട് പകുതിയോളം ആയപ്പോഴേക്കും സ്റ്റേജ് पर पैसों की बौछार शुरू हो गई, ആ വേദിയിലേക്ക് पैसों की बौछार शुरू हो गई. ബോച്ചാർ മേനെ വർഷ, മഴ എന്നർത്ഥം. ഇവിടെ പേസോങ്കി ബോച്ചാർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് പണം ഇങ്ങനെ വർഷിക്കുവാൻ തുടങ്ങി. നമുക്കറിയാം, അക്കാലത്ത് സംഗീതശാലകളിലെ ഒരു രീതിയായിരുന്നു, അവർക്ക് ആസ്വാദ്യകരമായ പ്രോഗ്രാം ആരവതരിപ്പിച്ചിരുന്നാലും ആളുകൾ എന്തു ചെയ്യാറുണ്ട്, അവർക്ക് പ്രോത്സാഹനം എന്നോണം വേദിയിലേക്ക് പണം ഇങ്ങനെ വാരി ഇട്ടുകൊടുക്കുന്ന ഒരു രീതിയുണ്ട്. ഇവിടെ ഏതാ വേദിയിലേക്ക് പണം ഇങ്ങനെ വർഷിക്കുവാൻ തുടങ്ങി. നമ്മുടെ കൊച്ചു ചാപ്പലിന്റെ പാട്ട് കേട്ട് ആസ്വദിച്ച് ആളുകൾ ഇങ്ങനെ വേദിയിലേക്ക് പണം വർഷിക്കുവാൻ തുടങ്ങി. ചാർലിനെ ഗാന രോക് ദിയ, ചാർലി പെട്ടെന്ന് തന്റെ പാട്ട് നിർത്തി. और घोषणा की, घोषणा മേനെ അനൗൺസ്മെന്റ്, ഇപ്രകാരം ഒരു അനൗൺസ്മെന്റും കൊടുത്തു, ഇപ്രകാരം പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്താണ്? कि मैं पहले ये पैसे बटोरूंगा, ഞാൻ ആദ്യം ഈ പണമൊക്കെ ബട്ടോരുങ്ക, ബട്ടോർന മേനെ ടു കളക്ട്, ശേഖരിക്കുക എന്നർത്ഥം. ഞാൻ ആദ്യം ഈ പണമൊക്കെ ശേഖരിക്കട്ടെ.
और उसके बाद ही गाऊंगा, അതിനുശേഷം പാട്ടുപാടാം എന്നവൻ ആൾക്കാരോട് അനൗൺസ് ചെയ്യുകയും ചെയ്തു. കാരണം നമുക്കറിയാം, ഗാനം ആലപിച്ചുകൊണ്ടിരിക്കുകയാണ്, ആ പാട്ട് പൂർത്തീകരിച്ചിട്ടില്ല. അതിന്റെ ഏതാണ്ട് പകുതിയായപ്പോഴേക്കും എന്ത് ചെയ്തിരിക്കുന്നു, ആളുകൾ ഒരുപാട് പണം ഇങ്ങനെ വേദിയിലേക്ക് ഇട്ടുകൊടുക്കുന്നു. ആ പൈസ ഇങ്ങനെ ഒത്തിരി വേദിയിലേക്ക് എത്തുന്നത് കണ്ടപ്പോ അവന്റെ കൊച്ചു മനസ്സിൽ പെട്ടെന്നുണ്ടായ ആ ഒരു ആശങ്ക, ഈ പണം ആരെങ്കിലും എടുക്കുമോ എന്ന് പേടിച്ചിട്ട് പെട്ടെന്ന് അവൻ എന്ത് ചെയ്യുന്നു, ഇപ്രകാരം ഘോഷണാക്കി അവനൊരു അനൗൺസ്മെന്റ് ഇങ്ങനെ കൊടുക്കുകയാണ്. എന്താണ്? കി പെഹ്ലെ മേ പൈസേ ബഠൂരുങ്ക, ആദ്യം ഞാൻ ഈ പണം ഒന്ന് കളക്ട് ചെയ്യട്ടെ, ഓർ ഉസ്കെ ബാദ് ഹി ഗാവുങ്ക, അതിനുശേഷം എന്ത് ചെയ്യാം, പാട്ടുപാടാം എന്നുള്ള അവന്റെ ഈ വാക്കുകൾ ഇസ് ബാത് നെ ഹാൽ കോ ഹസി ഘർ മേ തബ്ദീൽ കർ ദിയ. ഇസ് ബാത് നെ, അവന്റെ ഈ വാക്കുകൾ, ഒരു 5 വയസ്സുള്ള കുട്ടിയുടെ നിഷ്കളങ്കമായ ഈ വാക്കുകൾ ഹാൾക്കോ, ആ ഹാളിനെ, ആ മ്യൂസിക് പ്രോഗ്രാം നടക്കുന്ന ആ ഹാളിനെ ഹസി ഘർ മേ തബ്ദീൽ കർ ദിയ. ഹസി ഘർ മേ, ഹസി ഘർ മേനെ ഹസി ഭരി ഘർ അല്ലെങ്കിൽ ഹസി ഭരി ഹാൾ, വളരെയധികം ചിരി നിറഞ്ഞ ഒരു വേദിയായി, ഒരു ഹാളായി മാറ്റുകയും ചെയ്തു. തബ്ദീൽ കർന, മാറ്റുക. അതുവരെയും ബഹളം വെച്ചുകൊണ്ടിരുന്ന ആളുകൾ ആർത്തു ചിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അവന്റെ ആ നിഷ്കളങ്കമായ വാക്കുകൾക്ക് മാറ്റുവാൻ കഴിഞ്ഞു. തബ് തക് മാനേജർ ഏക് രുമാൽ ലേക്കർ ആയ, അപ്പോഴേക്കും മാനേജർ, ആ പ്രോഗ്രാമിന്റെ മാനേജർ ഏക് രുമാൽ ലേക്കർ ആയ. രുമാൽ മേനെ കർച്ചീഫ്, തുവാല. മാനേജർ അപ്പോഴേക്കും ഏക് രുമാൽ ലേക്കർ ആയ, ഒരു കർച്ചീഫും എടുത്തുകൊണ്ട്, ഒരു വലിയൊരു കർച്ചീഫും എടുത്തുകൊണ്ട് അവിടേക്ക് വന്നു. ഓർ പൈസേ ബഠോർനെ ലഗ, എന്നിട്ട് ആ വേദിയിൽ വീണ ആ പണമൊക്കെ അതിലേക്ക് ശേഖരിച്ചു വെക്കുവാൻ തുടങ്ങി. അപ്പൊ ഇത് ചാർലി കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ചാർലിക്കോ ലഗ, ചാർലിക്ക് തോന്നി കി മാനേജർ ഖുദ് പൈസേ രഖ് ലേനാ ചാഹ്താ ഹൈ, ഈ മാനേജർ എന്ത് ചെയ്യാൻ പോവുകയാണ്, ഖുദ്, സ്വയം, അദ്ദേഹം സ്വയം പൈസേ രഖ് ലേനാ ചാഹ്താ ഹൈ, ഈ പണം മുഴുവൻ എടുത്തുകൊണ്ട് പോകുവാൻ ശ്രമിക്കുകയാണ്, അല്ലെ അദ്ദേഹം ഈ പണം സ്വന്തമാക്കുവാൻ ശ്രമിക്കുകയാണ്. ഉസ്നെ ഏ ബാത്ത് ശികായത്തി ലഹജേ മേ ദർശകോം സേ കഹ്ദി. ചാർലി തന്റെ മനസ്സിലെ ഈ ആശങ്ക മറച്ചു വയ്ക്കുന്നില്ല. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതാണ്, വളരെ കൊച്ചുകുട്ടിയാണ്, അവന്റെ പെരുമാറ്റത്തിലൊക്കെയും ആ നിഷ്കളങ്കത ഉണ്ടായിരുന്നു. എവിടെ എന്ത് എങ്ങനെ പറയണമെന്ന് അവൻ അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഉസ്നെ ഏ ബാത്ത്, അവൻ തന്റെ മനസ്സിലെ ഈ ഒരു ആശങ്ക, മാനേജർ ഈ പണമെല്ലാം തൂവാലയിൽ കളക്ട് ചെയ്ത് സ്വന്തമാക്കാൻ ശ്രമിക്കുകയാണ് എന്ന് തന്റെ മനസ്സിലുണ്ടായ ആ ഒരു ആശങ്ക ശികായത്തി ലഹജേമേ ദർശകോം സേ കഹതി. ശികായത്തി ലഹജേമേ, ശികായത് മേനെ പരാതി, ലഹജ മേനെ ബോൽനെ കാ ഢംഗ്, അപ്പൊ ഒരു പരാതി പറയുന്ന ആ ഒരു രീതിയിൽ ദർശകോം സേ കഹതി, അവിടെ കൂടിയിരുന്ന ആ ഓഡിറ്റോറിയത്തിൽ ഉണ്ടായിരുന്ന ആളുകളോട് അവനത് പറഞ്ഞു. അപ്പൊ നിഷ്കളങ്കമായ അവന്റെ ആ വാക്കുകൾ കേട്ടിട്ട് ഹസി തബ് ഓർ ബഡ് ഗയി, ആളുകളുടെ ആ ചിരി വീണ്ടും അങ്ങ് വർദ്ധിച്ചു. ആളുകൾ ആർത്തു ചിരിക്കുവാൻ തുടങ്ങി. ജബ് രുമാൽ കി പോട്ട്ലി മേ പൈസേ ബാന്ധ്, രുമാൽ കി പോട്ട്ലി മേ, ആ തൂവാല കൊണ്ടുള്ള ആ പൊതിയിൽ പൈസേ ബാന്ധ്, പണമെല്ലാം ഇങ്ങനെ കെട്ടിവെച്ച് ബാക്ക് സ്റ്റേജ് കി ഓർ ജാത്തെ, ബാക്ക് സ്റ്റേജിലോട്ട് പോവുകയായിരുന്ന മാനേജർ കെ പീछे ചാർലി വ്യാകുലതാ സേ ലേ ഗയ. മാനേജർ കെ പീछे, ആ മാനേജറുടെ പുറകിൽ നിന്നായി ചാർലി വ്യാകുലതാ സേ ലേ ഗയ. ചാർലി വ്യാകുലതാ സേ, വ്യാകുലത മേനെ ഉത്കണ്ഠ, വല്ലാത്ത ഉത്കണ്ഠയോടുകൂടി ലേ ഗയ, അദ്ദേഹത്തെ പിന്തുടർന്നു. ജബ് തക് മാനേജർ ने वो पोटली माम के हवाले नहीं की वो नहीं लौटा. അപ്പൊ ബാക്ക് സ്റ്റേജിൽ ചെന്നതിന് ശേഷം മാനേജർ വോ പോട്ട്ലി, തന്റെ കൈവശമുള്ള ആ പൊതി, പണം നിറച്ച ആ പൊതി, മാം കെ ഹവാലെ നഹീങ്കി, അമ്മയുടെ കൈവശം ഏൽപ്പിക്കുന്നത് വരെ, ഹവാല കർണമേന് ടു ഹാൻഡ് ഓവർ എന്നർത്ഥം, ഏൽപ്പിക്കുക. അമ്മയുടെ കൈവശം ആ പൊതി കൊടുക്കുന്നത് വരെ വോ നഹീൻ ലൗഠ, ചാർലി വേദിയിലേക്ക് തിരിച്ചു വന്നില്ല. അപ്പൊ അവസാനം ആ പൊതി അമ്മയുടെ കൈവശം കൊടുക്കുവാൻ മാനേജർ നിർബന്ധിതനാകുന്നു. അങ്ങനെ ആ പണം നിറച്ച പൊതി അമ്മയുടെ കൈവശം കിട്ടിയെന്ന് ഉറപ്പാക്കിയതിന് ശേഷമാണ് ചാർലി വേദിയിലേക്ക് മടങ്ങി വന്നത്. तो देखिए बच्चों, यहाँ मैनेजर ने चार्ली को स्टेज पर अकेला छोड़ आया तो उसने क्या किया. ഇവിടെ മാനേജർ കൊച്ചു ചാപ്ലിനെ വേദിയിൽ ഒറ്റയ്ക്കാക്കിയിട്ട് മടങ്ങി വന്നപ്പോ
അവൻ എന്താണ് വേദിയിൽ ചെയ്തത്? चार्ली ने मशहूर गीत ജാക്ക് ജോൺസ് ഗാന ശുരു കിയ. ചാർലി എന്താണ് വേദിയിൽ ചെയ്തത്? മഷൂർ ഗീത്, അക്കാലത്ത് ഏറെ പ്രസിദ്ധമായ ജാക്ക് ജോൺസ് എന്ന ആ പാട്ട് പാടുവാൻ ആരംഭിച്ചു. गाते समय स्टेज पर पैसों की बौछार शुरू हो गई तो चार्ली ने क्या किया? അപ്പൊ ജാക്ക് ജോൺസ് എന്ന ആ ഗാനം ആലപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വേദിയിലേക്ക് पैसों की बौछार शुरू हो गई तो പണം വർഷിക്കുവാൻ തുടങ്ങിയപ്പോ ചാർലിനെ ക്യാ കിയ? കൊച്ചു ചാർലി എന്താണ് ചെയ്തത്? ചാർലിനെ ഗാന രോക് ദിയ. ചാർലി എന്ത് ചെയ്തു? പാട്ട് പാടുന്നത് നിർത്തി. എന്നിട്ട് और घोषणा की, ഒരു അനൗൺസ്മെന്റ് ഇപ്രകാരം കൊടുത്തു. എന്ത് അനൗൺസ്മെന്റാ നൽകിയത്? कि पहले मैं ये पैसे बटोरूंगा और उसके बाद ही गाऊंगा. ആദ്യം ഞാൻ ഈ പണം കളക്ട് ചെയ്യട്ടെ, അതിനുശേഷം ഗാനം ആലപിക്കാം. स्टेज पर पैसों की बौछार शुरू हो गई तो मैनेजर ने क्या किया? അപ്പൊ വേദിയിലേക്ക് പണം ഇങ്ങനെ വർഷിക്കാൻ തുടങ്ങിയപ്പോ മാനേജറിനെ ക്യാ കിയ? ആ പ്രോഗ്രാമിന്റെ മാനേജർ എന്താണ് ചെയ്തത്? मैनेजर एक रुमाल लेकर आया और पैसे बटोरने लगा. മാനേജർ എന്ത് ചെയ്തു? एक रुमाल लेकर आया, ഒരു ടവലും എടുത്ത് അല്ലെങ്കിൽ ഒരു ഹാൻഡർചീഫും എടുത്ത് അദ്ദേഹം അവിടേക്ക് വരികയും और पैसे बटोरने लगा, അതിലേക്ക് പണം ഇങ്ങനെ കളക്ട് ചെയ്ത് വെക്കുവാനും തുടങ്ങി. മാനേജർ पैसे बटोरते देख चार्ली ने क्या किया? എന്നാൽ ഈ മാനേജർ ഇങ്ങനെ വന്നിട്ട് പെട്ടെന്ന് ആ പണമെല്ലാം ആ റുമാലിലേക്ക് അല്ലെങ്കിൽ ആ ഹാൻഡർചീഫിലേക്ക് അദ്ദേഹം ഇങ്ങനെ കളക്ട് ചെയ്ത് വെച്ചത് കണ്ടിട്ട് ചാർലിനെ ക്യാ കിയ? ചാർലി എന്താണ് ചെയ്തത്? चार्ली को लगा कि मैनेजर खुद पैसे रख लेना चाहता है. അപ്പൊ നമ്മുടെ കൊച്ചു ചാപ്ലിന് തോന്നിയത് മാനേജർ ഖുദ് പൈസെ രഖ് ലേനാ ചാഹ്താ ഹെ, ആ മാനേജർ എല്ലാ പണവും സ്വന്തമാക്കുവാൻ ശ്രമിക്കുന്നു എന്നാണ്. അതാ रुमाल की पोटली में पैसे बांध बैक स्टेज की ओर जाते मैनेजर के पीछे. അപ്പൊ അതുകൊണ്ട് തന്നെ रुमाल की पोटली में पैसे बांध, ഹാൻഡർചീഫ് കൊണ്ട് ആ പണമെല്ലാം കെട്ടിപ്പൊതിഞ്ഞ് ബാക്ക് സ്റ്റേജ് की ओर जाते मैनेजर के पीछे, ബാക്ക് സ്റ്റേജിലേക്ക് പോകുന്ന മാനേജറുടെ പുറകിൽ നിന്നായി वो व्याकुलता से ले गया. നമ്മുടെ കൊച്ചു ചാർലി വളരെയധികം ഉത്കണ്ഠയോടുകൂടി പിന്തുടർന്നു. ठीक है बच्चों, जीवनी के आगे के भाग की ओर जरा ध्यान दीजिए. ജീവചരിത്രത്തിന്റെ തുടർന്നുള്ള ഭാഗം ശ്രദ്ധിക്കുക. चार्ली ने जनता में गुदगुदी फैला दी थी. ചാർലി ജനതാ മേ, അവിടെ എത്തിയിരുന്ന ആ ആളുകളിൽ, ആ ഓഡിറ്റോറിയത്തിൽ കൂടിയിരുന്ന ആ മ്യൂസിക് പ്രോഗ്രാം കണ്ടാസ്വദിക്കാൻ എത്തിച്ചേർന്ന ആ ആളുകളിൽ ഗുദ്ഗുദി ഫേലാ ദി ഥി. ഗുദ്ഗുദി മേനെ ഉമംഗ് അല്ലെങ്കിൽ ഉല്ലാസ്, ആഹ്ലാദം അല്ലെങ്കിൽ സന്തോഷം എന്നർത്ഥം. ആളുകളുടെ മനസ്സിലേക്ക് ഗുദ്ഗുദി ഫേലാ ദി ഥി, ആഹ്ലാദം പരത്തി. ചാർലിയുടെ ആ ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ അവന്റെ ആ ഒരു സ്റ്റേജ് അപ്പിയറൻസ് ആ ഓഡിറ്റോറിയത്തിൽ കൂടിയിരുന്ന ആളുകളുടെ മനസ്സിൽ ആഹ്ലാദം പരത്തി. ഉസ്കെ ബാദ് ഉസ്നെ ദർശകോം സെ ബാത്ചീത് കി. അപ്പൊ അതിനുശേഷം ജാക്ക് ജോൺസ് എന്ന ഈ ഗാനമൊക്കെ ആലപിച്ചതിന് ശേഷം നമ്മുടെ കൊച്ചു ചാർലി എന്ത് ചെയ്തു? ദർശകോം സെ ബാത്ചീത് കി, ആ ഓഡിറ്റോറിയത്തിൽ ഉണ്ടായിരുന്ന ആളുകളുമായി സംവദിച്ചു, അവരുമായി ഒത്തിരി സംസാരിച്ചു. നൃത്യക്കിയ, അവരുടെ ആഗ്രഹപ്രകാരം നന്നായി നൃത്തം ചെയ്തു. और अपनी मां सहित, തന്റെ അമ്മ ഉൾപ്പെടെ കൈ ഗായകോം കി നക്കൽ ഉധാരി. അക്കാലത്ത് ഗാനം ആലപിച്ചുകൊണ്ടിരുന്ന വിഖ്യാതരായ കൈ ഗായകോം കി, അനേകം ഗായകരെ നകൽ ഉധാരി, നകൽ ഉദാഹരണ ടു ഇമിറ്റേറ്റ് എന്നർത്ഥം, അനുകരിക്കുക. അനേകം ഗായകരെ അനുകരിച്ചുകൊണ്ട് അവൻ പാട്ടുപാടി. മാസൂമിയത് മേ ഉസ്നെ थोड़ी देर पहले फटी माम की आवाज और उसके फुसफुसाने की भी नकल उधार दी. മാസൂമിയത് മേ, മാസൂമിയത് മേനെ ഇന്നസെൻസ്, അതായത് നിഷ്കളങ്കത്വം. തന്റെ ആ ഒരു നിഷ്കളങ്കത്വം കൊണ്ട്, ഇപ്പൊ കേവലം 5 വയസ്സ് മാത്രമുള്ള ഒരു കൊച്ചുകുട്ടിയുടെ നിഷ്കളങ്കത്വം കൊണ്ട് തന്നെ ഉസ്നെ അവൻ എന്ത് ചെയ്തു? ധോടി ദേർ പെഹ്ലെ ഫഠി മാം കി ആവാസ്, ഒരല്പം മുൻപ് അമ്മയുടെ ശബ്ദം ഇടറിയതും ആർ ഉസ്കെ ഫുസ്ഫുസാനെ കീഫി, അതുപോലെ തന്നെ അമ്മയുടെ ആ നേർത്ത സ്വരത്തിലുള്ള ആ പാട്ടിനെയും നഖൽ ഉധാരി, അനുകരിക്കുകയും ചെയ്തു. അപ്പൊ അല്പം മുമ്പ് അമ്മയുടെ ശബ്ദമിടറിയിട്ട് ആ പാട്ട് വളരെ നേർത്ത വോയിസിലേക്കായി മാറിയതിനെ അവൻ അനുകരിച്ചു കാട്ടുകയും ചെയ്തു.
ലോഗോं में ठहाकों की हिस्सेदारी हुई. അപ്പോ ആ 5 വയസ്സുള്ള ബാലന്റെ നിഷ്കളങ്കമായ ആ ഒരു പ്രകടനം കണ്ടിട്ട് ലോഗോമേ ആ ഓഡിറ്റോറിയത്തിൽ കൂടിയിരുന്ന ആളുകളിൽ ടഹാക്കും കി ഹിസ്സേദാരി ഹുയി. ടഹാക്ക മേനെ എ ലൗഡ് ലാഫ്, ഉച്ചത്തിലുള്ള ചിരി. ഹിസ്സേദാരി മേനെ പങ്കാളിത്തം. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ടഹാക്കും കി ഹിസ്സേദാരി ഹുയി, ആ പൊട്ടിച്ചിരിയിൽ പങ്കാളികളായി. और സ്റ്റേജ് पर जमकर पैसे बरसे, ആ വേദിയിലേക്ക് ജംഗർ पैसे बरसे, പണം ഇങ്ങനെ വർഷിക്കുവാൻ തുടങ്ങി. കേസെ ജംഗർ, ജംന മേനെ ഏകത്ര യാ ഇക്ട്ടാ ഹോന, എല്ലാ ആളുകളും ഒരുമിച്ച് ആ വേദിയിലേക്ക് ഇങ്ങനെ പണം വർഷിക്കുവാൻ തുടങ്ങി. അന്തുമേ മാ ജബ് ഉസെ ലേനെ ആയി തോ ദർശകോं ने देर तक खड़े होकर तालियां बजाई. അപ്പൊ ആ പ്രോഗ്രാം കഴിഞ്ഞിട്ട് മാ ജബ് ഉസെ ലേനെ ആയി തോ, അമ്മ ആ കൊച്ചു ചാപ്പിളിനെ കൊണ്ടുപോകുന്നതിന് വേണ്ടി വേദിയിലേക്ക് വന്നപ്പോ ദർശകോं ने देर तक खड़े होकर, ആളുകൾ ഒത്തിരി സമയം എഴുന്നേറ്റ് നിന്ന് താലിയാം ബജായി, ആ കുട്ടിയെ പ്രശംസിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവനെ അനുമോദിച്ചുകൊണ്ട് താലിയാം ബജായി. താലിയാം ബജാനാമേന് കരഘോഷം മുഴക്കുക അല്ലെങ്കിൽ കൈയടിക്കുക. കൈ ലോഗോं ने മാംസേ ഹാത്ത് മിലാക്കർ, അനേകം ആളുകൾ ആ പ്രോഗ്രാം കാണുന്നതിന് എത്തിച്ചേർന്ന അനേകം ആളുകൾ മാംസേ ഹാത്ത് മിലാക്കർ, അമ്മയ്ക്ക് ഷേക്ക് ഹാൻഡ് കൊടുത്തുകൊണ്ട് ഉസ്കെ ഛോട്ടെ ബച്ചേ കി താരീഫ് കി, അവരുടെ ആ കൊച്ചുമകനെ താരീഫ് കി, അനുമോദിച്ചു. ചാർലി സ്റ്റേജ് പർ പെഹ്ലി ബാർ ആയ, നമ്മുടെ കൊച്ചു ചാർലി ആ വേദിയിലേക്ക് പെഹ്ലി ബാർ ആയ, അന്ന് ആദ്യമായിട്ടാണ് കടന്നു വന്നത്. और മാ ആഖിരി ബാർ, അമ്മ അവസാനമായി. അപ്പൊ ആ വേദി എന്ന് പറയുന്നത് കൊച്ചു ചാർലി ചാപ്ലിന്റെ ഒരു തുടക്കമായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അവന്റെ ആദ്യത്തെ വേദിയായിരുന്നുവെങ്കിൽ, അമ്മയുടെ അവസാനത്തെ വേദി. കാരണം ആ ഒരു ദിവസത്തിന് ശേഷം പിന്നീട് ഒരിക്കലും ഗാനം ആലപിക്കുന്നതിന് അമ്മയ്ക്ക് മറ്റൊരു വേദി ലഭ്യമാകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ചാർലി സ്റ്റേജ് പർ പെഹ്ലി ബാർ ആയ, ചാർലി ചാപ്ലിൻ ആ വേദിയിലേക്ക് ആദ്യമായിട്ട് വന്നുവെങ്കിൽ, और मां आखिरी बार, അമ്മ അവസാനമായിട്ടും. दुनिया के सबसे बड़े शोमैन का ये पहला शो था. ലോകത്തെ सबसे बड़े शोमैन का, ഏറ്റവും വലിയ പെർഫോമറുടെ, ലോകം അറിയപ്പെടുന്ന ഒരു കലാകാരന്റെ ये पहला शो था, ആദ്യത്തെ ഒരു സ്റ്റേജ് പെർഫോമൻസ് ആയിരുന്നു ഇത്. ഉസ്നെ ജന്മ ലേ ലിയാ था, ഇവിടെ വിശ്വവിഖ്യാതനായ ഒരു കലാകാരൻ ജന്മമെടുക്കുകയായിരുന്നു. വിശ്വവിഖ്യാതനായ ചാർലി ചാപ്ലിൻ എന്ന കലാകാരന്റെ ഒരു ഉദയമായിരുന്നു ആ വേദി. तो देखिए बच्चों, സ്റ്റേജ് पर आकर ചാർലി ने क्या किया कि, ഇപ്പൊ വേദിയിലെത്തിയ കൊച്ചു ചാപ്ലിൻ എന്തെല്ലാം പെർഫോമൻസ് ആണ് അവിടെ കാഴ്ചവെച്ചത്? ചാർലിനെ ഗീത് ഗായ. ഇപ്പൊ വേദിയിലെത്തിയ കൊച്ചു ചാപ്ലിൻ മനോഹരമായി ഗാനം ആലപിച്ചു. ദർശകോं से बातचीत की, ആ ഓഡിറ്റോറിയത്തിൽ എത്തിയ ആളുകളുമായി സംവദിച്ചു, അവരുമായി ഒത്തിരി സംസാരിച്ചു. നൃത്യക്കിയ, വളരെ നന്നായി നൃത്തം ചെയ്തു. और अपनी मां सहित, കൂടാതെ തന്റെ അമ്മയുൾപ്പെടെ കൈ ഗായകോं की നഖൽ ഉതാരി, ഒത്തിരി ഗായകരെ അനുകരിക്കുകയും ചെയ്തു. अंत में जब मां चार्ली को लेने आई तो दर्शकों ने क्या किया? അപ്പൊ അവസാനം, ആ പ്രോഗ്രാമിന് അവസാനം അമ്മ ചാർലിക്കോ ലേനെ ആയിട്ടോ, ചാർലിയെ കൊണ്ടുപോകുന്നതിന് വന്നപ്പോ ദർശകോനെ ക്യാക്കിയ, ആ ഓഡിറ്റോറിയത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ എന്താണ് ചെയ്തത്, അല്ലെങ്കിൽ അവരുടെ പ്രതികരണം എങ്ങനെയായിരുന്നു? ദർശകോനെ ദേർഥ ഘടേഹോക്ക് താലിയാം ബച്ചായി, ആ കാണികൾ, അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെയും ദേർഥ ഘടേഹോക്ക്, ഒത്തിരി സമയം എഴുന്നേറ്റ് നിന്ന് താലിയാം ബച്ചായി, കരഘോഷങ്ങൾ മുഴക്കി. कई लोगों ने मां से हाथ मिलाकर उसके छोटे बच्चे की तारीफ की. ഒത്തിരി ആളുകൾ മാം സേ ഹാത്ത് മിലാക്കർ, അമ്മയ്ക്ക് ഹസ്തദാനം നൽകിക്കൊണ്ട്, അമ്മയ്ക്ക് ഷേക്ക് ഹാൻഡ് കൊടുത്തുകൊണ്ട് ഉസ്കെ ഛോട്ടെ ബച്ചേ കി താരീഫ് കി, അവരുടെ ആ കൊച്ചുമകനെ, ആ കൊച്ചു ചാപ്ലിനെ താരീഫ് കി, ഒത്തിരി അനുമോദിക്കുകയും ചെയ്തു. ठीक है बच्चों, अगले क्लास में एक नए विषय को लेकर हम फिर मिलेंगे. അടുത്ത ക്ലാസ്സിന് മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം.
धन्यवाद।